പൂട്ടിയിട്ട വാതിലുകൾക്കും തകർന്ന ചുമരുകൾക്കും പറയാൻ ഒരുപാടുണ്ട്. ബോണക്കാട് ടീ ഫാക്ടറി. വെൽക്കം ടു ട്രൈ ഇറ്റ് ഫാം. ഇതാണ് വിതുര ജംഗ്ഷൻ. ഇവിടെ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബോണക്കാട് എത്താം. ഈ കാണുന്നതാണ് വിതുര KSRTC ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നും രാവിലെ 4:30 മുതൽ ബസ് സർവീസ് ഉണ്ട്. ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്നും നേരെ പോയാൽ പൊന്മുടിയിലേക്കും റൈറ്റിലേക്ക് പോയാൽ ബോണക്കാടും എത്താം. ബോണക്കാട് പോകാൻ നിയന്ത്രണങ്ങളുണ്ട്. സ്വകാര്യ വാഹനത്തിൽ പോകാൻ പ്രത്യേക പെർമിഷൻ വേണം. എല്ലാ പേർക്കും കിട്ടാത്തതിനാൽ കൂടുതൽ പേരും KSRTC ബസ്സിനെ ആശ്രയിച്ചാണ് പോകുന്നത്. ബോണക്കാട് പോകും വഴിയിൽ നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഈ അമ്പാടി ഹോട്ടൽ. ഇതാണ് ബോണക്കാട് ചെക്ക് പോസ്റ്റ്. സഞ്ചാരികൾ ഇവിടെ നിന്നും രജിസ്റ്റർ ചെയ്ത് പെർമിഷൻ എടുത്ത ശേഷമാണ് മുന്നോട്ട് പോകുന്നത്. ചെക്ക് പോസ്റ്റിൽ നിന്ന് നേരെ പോയാൽ വഴുവന്തോൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. പോകുന്ന വഴിയിൽ ഒരു ചെറിയ അമ്പലം കാണാം. ഇവിടെ വിശ്വാസത്തിന്റെ ഭാഗമായി പലരും കല്ലുകൾ അടുക്കി വെച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് യാത്ര തുടരുന്നത്. പോകുന്ന വഴിയിൽ വലുതും ചെറുതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ കാണാം. ദൂരെയായി കാണുന്നത് പേപ്പാറ ഡാമിന്റെ റിസർവോയർ ആണ്. അങ്ങനെ നമ്മൾ ബോണക്കാട് എത്തി. ബോണക്കാട് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഈ കാണുന്നതാണ് ബോണക്കാട് പോസ്റ്റ് ഓഫീസ്. ഈ കാണുന്നത് ഒരു ചായക്കടയാണ്. ഈ പ്രദേശത്തെ അവസാന ചായക്കട. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു കട്ടൻ ചായയും കുടിച്ച് യാത്ര തുടർന്നു. അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ആരംഭിക്കുന്നതും ഇവിടെ നിന്നുമാണ്. ആദ്യം നമ്മൾ പോകുന്നത് ടീ ഫാക്ടറി കാണാനാണ്. പ്രവർത്തനമില്ലാത്ത ടീ ഫാക്ടറി. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിതമായ ബോണക്കാട് ടീ ഫാക്ടറി ഒരു കാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന തേയില ഉൽപാദന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. നൂറുകണക്കിന് തൊഴിലാളികളുടെ ഉപജീവന മാർഗമായിരുന്ന ഈ ഫാക്ടറി പിന്നീട് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ചു. ടീ ഫാക്ടറി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു വലിയ വെള്ളച്ചാട്ടം കാണാം. ഇവിടെ ഇറങ്ങാനും കുളിക്കാനും സേഫ് ആണ്. അല്പം മുന്നോട്ട് വന്നാൽ ലയങ്ങൾ കാണാം. ഇപ്പോൾ കുറച്ചു കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ബോണക്കാടിന്റെ മറ്റൊരു മുഖം ഇനിയും ബാക്കിയുണ്ട്. എല്ലാ പേരും സംസാരിക്കുന്ന ആ പഴയ ബംഗ്ലാവ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ പേടിപ്പിക്കുന്ന പ്രേത ബംഗ്ലാവിന്റെ കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.